മുണ്ടക്കി ചുരൽമല ദുരന്തത്തിന് ഒരാണ്ട് പിന്നിടുകയാണ്. ജോഷിലയുണ്ട് വിശദാംശങ്ങളുമായി. ജോഷില, ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈറണിയിക്കുന്ന കാഴ്ചകളാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. നഷ്ടമായതൊന്നും തിരിച്ചു പിടിക്കാൻ കഴിയാതെ നിസ്സഹാരായി നിൽക്കുന്ന കുറേയധികം ആളുകൾ, അവരുടെ വേദനകളും ഓർമ്മകളും, എന്നാൽ അതിനോടൊപ്പം തന്നെ പുതുജീവിതം അവർക്ക് നൽകുന്ന ചില പ്രതീക്ഷകളും ഇന്ന് നമുക്കവിടെ കാണുവാൻ സാധിച്ചു. ഇനി ഈ ഒരു ദിവസം കടന്നു പോകുമ്പോൾ ഇന്നത്തെ ദിവസം ജോഷില എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? ശരിയാണ് സിന്ധൂരി, ഇന്നൊരു ദിവസം എന്ന് പറയുന്നത് ഒരു കണ്ണീരിന്റെ ദിനമായിരുന്നു എന്ന് വേണം പറയാൻ. അതേസമയം തന്നെ മറ്റൊരു ഭാഗത്ത് അതൊരു പുനരുജ്ജീവനത്തിന്റെ ദിനം കൂടി ആയിരുന്നു, പ്രതീക്ഷയുടെ ദിനം കൂടിയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം മുൻപ് നമുക്കറിയാം, ഇന്നത്തെ ദിവസമാണ് ഒരു വലിയ ദുരന്തം, ഇന്ത്യയെ ആകെ ഞെട്ടിച്ച ഒരു വലിയ ദുരന്തം, 298 പേരുടെ ജീവൻ അപഹരിച്ച വലിയ ദുരന്തം ഉണ്ടായത്. ആ ദുരന്തത്തിന്റെ ഓർമ്മയിലായിരുന്നു ഇന്ന് വയനാടും കേരളവും മുഴുവൻ എന്ന് വേണം പറയാൻ. പുത്തുമലയിൽ, അതോടൊപ്പം തന്നെ ചൂരൽമലയിലും ഇന്ന് രാവിലെ 7 മണി മുതൽ വെള്ളാർമലയിലെ അധ്യാപകർ മുഴുവൻ ചൂരൽമലയിലേക്ക് 7 മണിക്ക് എത്തി. ചൂരൽമലയിലെ ബെയിലി പാലത്തിന് മുകളിൽ കയറിയപ്പോൾ അവരിൽ എല്ലാവരും തന്നെ വിതുമ്പുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്ന രംഗങ്ങളാണ് ഞങ്ങൾ കണ്ടത്. അവിടേക്ക് കളക്ടർ അടക്കമുള്ള ജനപ്രതിനിധികളും എത്തിച്ചേർന്നിരുന്നു. അവർ 33 കുട്ടികളെയായിരുന്നു കഴിഞ്ഞ വർഷം ഈ ദുരന്തത്തിൽ വെള്ളാർമലയിൽ നിന്നും നഷ്ടപ്പെട്ടത്. ആ കുട്ടികളുടെ ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കുകയും ആ ചിത്രങ്ങൾ ഇന്ന് അവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ആ കുട്ടികളുടെ മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. ഇവരൊക്കെ തന്നെ സഹിക്കാൻ പറ്റാത്ത അത്രയധികം വേദന അനുഭവിച്ചിട്ടാണ് ഇന്ന് അവിടെ നിന്നും തിരികെ സ്കൂളിലേക്ക് പോയത്. ഇന്ന് സ്കൂളിന് അവധി ദിനമായിരുന്നില്ല, അവർ സ്കൂളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം നമ്മൾ പുത്തുമലയിൽ കണ്ടത് അതിനേക്കാൾ കണ്ണീരണിയിക്കുന്ന കാഴ്ചയായിരുന്നു. ഉറ്റവരും ഉടയവരുമായ എല്ലാവരും, മരിച്ചവരുടെ എല്ലാവരും അവിടേക്ക് എത്തിച്ചേർന്നു. മാത്രമല്ല, നാട്ടുകാരും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. പലരും അന്ന് നമ്മൾ കണ്ട ഒരു ദുരന്തത്തെ എല്ലാവരും ഞെട്ടലോടുകൂടിയും മരവിച്ച ഒരു മനസ്സോടുകൂടിയുമായിരുന്നു അന്ന് ആ ദുരന്തത്തെ അഭിമുഖീകരിച്ചെങ്കിൽ ഇന്ന് പൊട്ടിക്കരയുന്ന കണ്ണീരണിഞ്ഞ ആളുകളെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. അവിടെ എത്തിയ എല്ലാവരുടെയും കണ്ണ് ഈറനണിയിക്കുന്ന രംഗങ്ങളായിരുന്നു എല്ലാം തന്നെ. നമുക്കറിയാം, നൈസമുകളടക്കം അവിടെ ഒരു കണ്ണീർ നൊമ്പരമായി ഓടി നടക്കുന്ന കാഴ്ച. അവൾക്ക് അതിൻ്റെ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ സംഭവിച്ചത് എന്താണെന്ന് പോലും തിരിച്ചറിയാനാവാത്ത ഒരു പിഞ്ചുകുഞ്ഞ് അച്ഛൻ്റെ കുഴിമാടത്തിൽ നിന്ന് പൂക്കൾ എടുക്കുന്നു, അതിനെ ചുംബിക്കുന്നു. അത്തരത്തിലുള്ള കാഴ്ചകളടക്കം, വേദനിപ്പിക്കുന്ന കാഴ്ചകളടക്കം കണ്ട ദിവസമായിരുന്നു ഇന്ന്. മാത്രമല്ല, മറ്റൊരു വശത്ത് സർവ്വമത പ്രാർത്ഥനയും അങ്ങനെ എല്ലാം നടന്നിരുന്നു. എന്നാൽ മറ്റൊരു കാര്യം, നമുക്ക് ഇതിനിടയിലും സന്തോഷിക്കാവുന്ന കാര്യം, ഇവരെയൊക്കെ തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ്. അന്ന് ദുരന്തഭൂമിയിൽ നിന്നും കൈപിടിച്ചുയർത്തി ക്യാമ്പുകളിൽ നിന്ന് എല്ലാ ആരോഗ്യ പരിശോധനയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി. പിന്നീട് വാടക വീടുകളിലെ വാടക സർക്കാർ തന്നെ നൽകി. അവർക്ക് ദൈനംദിന ചെലവുകൾക്ക് 300 രൂപ വീതം നൽകി, 9,000 രൂപ മാസത്തിൽ നൽകി. അങ്ങനെ അവസാനം എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 410 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ആദ്യ പടി എന്നോണം മാതൃകാ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇന്ന് അവർക്ക് മുൻപിൽ വെക്കുന്ന, അവർക്ക് തുറന്നു കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ കാണാൻ കഴിഞ്ഞത്. അവിടെ എത്തിയ എന്തായാലും വളരെ കൃത്യമായ രീതിയിൽ സർക്കാർ ഈ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നത്. ദ്രുതഗതിയിൽ അതിജീവനത്തിന്റെ ഓരോ ഘട്ടങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പി വി ജോഷിലയാണ് വിശദമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.